ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള മന്തി റെസിപ്പി പരിചയപ്പെട്ടാലോ. മന്തി റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ചെറുതായിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ മസാലാസൊക്കെ കയറി നല്ല ജ്യൂസി ആയിട്ട് ചിക്കൻ വെന്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളത് കുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചിക്കന് നമുക്ക് 8 കട്ട് ചെയ്യാം, 6 കട്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. അപ്പം നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 8 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അതിൽ നമുക്ക് ഇതിനു വേണ്ടി ഒരു മാഗി ക്യൂബ് ഉപയോഗിക്കാം. മാഗി ക്യൂബ് ഇല്ലാതെ നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ മസാലാസ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പൊതുവേ മാഗി ക്യൂബ്സ് യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീരകപ്പൊടിയാണ് കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ മന്തിക്ക് ഇത് ഒഴിവാക്കാൻ മേലാത്തൊരു സ്പൈസ് തന്നെയാണ്. അതിനുശേഷം ഇത് എൻ്റെ തന്നെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ പല വീഡിയോസ് കണ്ടതിന് ശേഷം കോവിഡ് ടൈമിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു മന്തി റെസിപ്പി ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് ചെയ്താൽ. പക്ഷേ ഇത് നല്ല സ്റ്റാറായി തിളങ്ങിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഫുൾ ആയിട്ടുള്ള കുരുമുളക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ് അത് നമുക്ക് അതിൽ ഓൾറെഡി സോൾട്ടഡ് ആണ്. ഒന്നിലധികമോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരെണ്ണമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അതെടുത്ത് നമുക്ക് നന്നായിട്ട് ജസ്റ്റ് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കാരണം ഇത് നല്ലതായിട്ട് സോൾട്ടഡ് ആണ്, ഈ ചേർത്ത് കൊടുക്കുക. പിന്നെ അറബിക് മസാലാസൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് അവൈലബിളാണ്. മന്തി മസാലാസൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ യോജിപ്പിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് സ്റ്റാർ ആവാൻ പറ്റും ഈ റെസിപ്പി കൊണ്ട്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അതിൽ നിന്നേക്ക് നമുക്കൊരു സവോള അരിഞ്ഞത് ജസ്റ്റ് ഞെരടി ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഒന്നും ഇല്ലായിരുന്നു. അപ്പം ക്യാപ്സിക്കം ഒഴിവാക്കണം, ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കളർ തോന്നത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വരും. പിന്നെ നമുക്കൊരു കളർ വേണമെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കളർ വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ഹാഫും കൂടെ നമുക്കിതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ചിക്കൻ സോഫ്റ്റ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് ഒന്നും കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അരമണിക്കൂർ കൊണ്ട് ഇതിലേക്ക് ജസ്റ്റ് ഈ മസാലാസ് എല്ലാം ഒന്ന് സിങ്കായി വരും. പിന്നെ ഞാൻ ആദ്യം കളർ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അതിന് വേണ്ടി നമുക്ക് സൂപ്പർ ഷെഫിൻ്റെ നല്ലൊരു എഡിബിളായിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 1-2 ഡ്രോപ്പ് കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ കാണാനൊരു നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അതും ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കാണുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയും ഒരു പ്രസൻറ്റേഷന് വേണ്ടിയൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ചിക്കനിലേക്ക് ജസ്റ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു ജസ്റ്റ് 1-2 ഡ്രോപ്പ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് മിക്സപ്പ് ചെയ്യും. എത്രത്തോളം നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം കണ്ടോ നല്ലൊരു റെഡ് കളറാണിത്. നമുക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു 1/2 സ്പൂണ് നല്ല കുറുകിയ ചൂടുവെള്ളത്തിൽ ഇളക്കിയതിന് ശേഷം ആഡ് ചെയ്താലും ചെറിയൊരു കളർ കിട്ടും. അത് നമുക്ക് റൈസിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് ഞാൻ. അതുപോലെ കംപ്ലീറ്റായി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം അതിലേക്ക് തന്നെ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹോൾ സ്പൈസസും ഇട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് അരി നമ്മുടെ ആവശ്യാനുസരണം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ സെല്ല ബസ്മതി റൈസ്, ലോങ് ഗ്രെയിൻ റൈസാണ് ഇതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യേണ്ടത്. കാരണം മന്തി റെസിപ്പിക്ക് ചെറിയ അരി ജീരകശാല റൈസൊന്നും പറ്റില്ല, സ്യൂട്ടബിൾ ആവില്ല. അപ്പം അതിന് നന്നായിട്ട് സെറ്റാവുന്ന റൈസാണ് ഈ സെല്ല ബസ്മതി റൈസ്.
അതിട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ചെറിയ ഫ്ലെയിമിലിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ സെറ്റായിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് മെയിനായിട്ടും സൺഫ്ലവർ ഓയിലാട്ടോ മന്തി റെസിപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേറെ നമ്മൾ കോക്കനട്ട് ഓയിൽ പോലത്തെ ഒന്നും ഇതുമായിട്ട് സ്യൂട്ട് ആവത്തില്ല. അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ്ലി മാറും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ കണക്ക് പ്രകാരം 1 കപ്പ് എണ്ണയാണ്, മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടല്ല, എല്ലാം തമ്മിൽ നിരത്തി നമുക്ക് പാനിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 20 to 25 മിനിറ്റ്സ് സമയം എടുത്ത് വേണം ഈ ചിക്കൻ കഷ്ണങ്ങൾ വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സും അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ട് ടൈം എടുത്ത് വേണം ചിക്കൻ വെന്ത് വരാൻ വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അടച്ച് വെക്കണം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കനകത്തിൽ നിന്ന് ഉള്ള വെള്ളവും എല്ലാം ഇറങ്ങി അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് അത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് അരച്ചിട്ടും കൊടുത്ത് അങ്ങനെ 20 to 25 മിനിറ്റ്സും കൊണ്ട് ഈ എണ്ണയെല്ലാം വാട്ടർ കണ്ടൻ്റ് എല്ലാം വലിച്ചെടുത്തതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് നല്ല കുക്കായി വരുന്ന സമയത്ത് വേണം നമുക്ക് മന്തിയിലേക്ക് വേണ്ട റൈസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 5 to 6 മിനിറ്റ്സ് വേവിച്ച് തുറന്ന് നോക്കിയപ്പോഴേനും ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വാട്ടർ കണ്ടൻ്റ് എല്ലാം വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ തവണ ജസ്റ്റ് ചിക്കൻ പീസസ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ മന്തിയുടെ ഫ്ലേവർ നമുക്ക് ഫീലാവും കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടു. ഇനിയും നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. നമുക്കിനി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പം വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഹോംലി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, നമുക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. നമ്മൾ നിർബന്ധമായിട്ടും ആദ്യം ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ പല സിമ്പിൾ റെസിപ്പീസിൻ്റെ ബിറ്റ്സ് പലതായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓൺ ഫ്ലേവറിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക്കൊക്കെ യൂസ് ചെയ്തും വേണേൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളല്ലേ കഴിക്കുന്നത്, കുഴപ്പമില്ല, നമുക്കിഷ്ടപ്പെടും. പിന്നെ ഇതാവും കുറച്ചും കൂടെ ഒരു അറബിക് സ്പൈസ് അനുസരിച്ച് അധികം മസാലാസൊന്നും നമ്മളെപ്പോലെ അവർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതെപ്പോഴും ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആണ് താനും. അപ്പം ഇത് കണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഫ്ലഷൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടെ അത് തിരിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ്സും കൂടെ തുറന്ന് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ പീസൊക്കെ നമുക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ ഓൾമോസ്റ്റ് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു കുക്കർ മന്തി റെസിപ്പിയും കൂടെ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അതും നമ്മളിപ്പോൾ 2 പേർക്ക് 3 പേർക്കൊക്കെ ഉള്ളൊരു കണ്ടൻറ്റ് നമുക്ക് ധൈര്യമായിട്ട്, കാരണം അത് ഡ്രെയിൻ ചെയ്യുന്നില്ല, ഡ്രെയിൻ ചെയ്തിട്ട് റൈസ് ഇട്ട് കൊടുത്ത് നമുക്ക് ദം ഇടാൻ പറ്റും. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയൊക്കെ ഉള്ള ഈസി ആയിട്ട് നമുക്ക് ചില സമയത്ത് മടി പിടിച്ച നേരത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ടൈം എടുക്കും, കാരണം നല്ല പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം വെന്തിട്ടുണ്ട്, പാകത്തിന് ഒരു 3/4 വേവായിട്ടുണ്ട്, ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുവാണ്. റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ആവി കയറി വരുമ്പോൾ നമ്മുടെ റൈസ് നല്ല ഒരു കളർഫുള്ളായിട്ടിരിക്കും കേട്ടോ. അതും ഓപ്ഷണലാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ഫില്ല് ചെയ്തു. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് കലക്കി കുറുക്കി വെച്ചിരുന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ലൈറ്റ് മഞ്ഞ നിറമാണ്. കുറച്ചും കൂടെ ആവി കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു
കളർ തരും കേട്ടോ. പിന്നെ ബാക്കി നമ്മുടെ കുറച്ച് റെഡ് കളറും കൂടി ഇട്ടു. ഇനി അടുത്ത ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ്സസ് ആണ് എടുത്തിരിക്കുന്ന റൈസ്, 3 to 4 ഗ്ലാസ്സസ്, 4 ഗ്ലാസ്, ഓൾമോസ്റ്റ് 1 കിലോ റൈസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഓൾറെഡി ഇത് ഒരു 2 ആഴ്ച മുമ്പ് കുറച്ച് അച്ചാച്ചൻ്റെ 2 ഫ്രണ്ട്സ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്താൽ കേട്ടോ. എന്നാണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പക്ഷേ ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ചും കൂടെ വലിയൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റൈസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഫുള്ള് എനിക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് ഒരു 1 ഗ്ലാസ് റൈസ് ഇതിനകത്ത് നിന്ന് മാറ്റി വെക്കേണ്ട വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിത് റെഡ് കളർ യൂസ് ചെയ്ത് മുകളിലൊഴിച്ചു. ഇനി ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയാക്കി 5 or 6 പച്ചമുളക് എരിവനുസരിച്ച്, പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് എത്ര വേണമെങ്കിലും കുത്തി കൊടുക്കാം. ഇങ്ങനെ അതിൻ്റെ ഞെടുപ്പ് പൊട്ടിച്ചെടുത്തതിന് ശേഷം തിരിച്ചതിങ്ങനെ കുത്തി വെക്കാം. ഒരു സർക്കിൾ പോലെ കുത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് ദമ്മിടാവുന്നതാണ്. അപ്പം ആ ദമ്മിൽ പച്ചമുളകിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ റൈസിലേക്ക് സ്പ്രെഡ് ആവും. അതൊരു നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ വെച്ച് നടുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് അടച്ച് വെക്കുവാണെങ്കിൽ ഒരു ചാർക്കോളിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഇറങ്ങും. പക്ഷേ ഇവിടെ നമുക്ക് ചാർക്കോളൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഉണക്ക നാരങ്ങയും എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം ഒഴിവാക്കി. ഇനിയിപ്പം അതും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ഇവൻ പെർഫെക്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. ഈ റെസിപ്പി ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്, റെഡി ടു സെർവ് ആണ്. ഞാനിത് ഒരു ചിക്കൻ വേവുന്ന സമയം റൈസും കൂടെ ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 20 to 25 മിനിറ്റ്സിനുള്ളിൽ മന്തി ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങളതുപോലെ അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കുക്കർ മന്തി റെസിപ്പി തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ലാസ്റ്റ് വീക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തത് എളുപ്പത്തിൽ തന്നെ സെറ്റായിരുന്നു. ഇപ്പം നമുക്ക് റൈസും ചിക്കനും കൂടെ സെപ്പറേറ്റ് ചെയ്യാം. റൈസും ചിക്കനും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം കണ്ടോ, നമ്മുടെ റൈസിന് ഞാൻ പറഞ്ഞില്ല യെല്ലോയും അതുപോലെ പിങ്കിഷൊക്കെ ഒരു കളറാണ്. അപ്പോൾ അതൊരു കുറച്ചും കൂടെ അട്രാക്റ്റീവാണ്. നമുക്കൊരു പ്രസൻറ്റേഷൻ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവർ പെട്ടെന്ന് ഗസ്റ്റ് വന്നപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ വൈസും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഒരു കുഞ്ഞു കില്ലാടിയുണ്ട്, അവൻ എല്ലാത്തിനും സമ്മതിക്കണം, എന്നാലേ എനിക്കിതിനൊക്കെ പറ്റാറുള്ളൂ. അപ്പോൾ വീക്കെൻഡിലാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്താറ്. അല്ലാത്ത ദിവസമൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് കുക്കർ മന്തി റെസിപ്പിയൊക്കെ ഓടാറുള്ളൂ. അങ്ങനെ ചിക്കൻ പീസസ് എല്ലാം മാറ്റി സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്യുക മിക്സ് ചെയ്യുന്ന ആൾ കെട്ടിയവനാണ്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒരു ഇച്ചിരി മന്തി കൊടുക്കണം. ഇന്ന് കുക്കർ മന്തി വെച്ചപ്പം കൊടുത്തില്ല. പിന്നെ നമ്മുടെ യു ബേബി നാട്ടിലാണല്ലോ, യു ബേബി പിന്നെ ചോറെന്ന് പറയുന്ന സാധനം കഴിക്കാറേ ഇല്ല. അപ്പം ചോറ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് സ്പൈസി അല്ല, അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് ജ്യൂസി ആയിട്ട് എനിക്ക് നല്ല ടേസ്റ്റി ആട്ടോ. വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ മന്തി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മളൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട്. ആദ്യം നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഓൾ ഓപ്ഷൻ കൂടെ
ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസുമായിട്ട് നമുക്ക് എത്രയും വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഓൾ. ഇതാണ് നമ്മുടെ മന്തിയുടെ ഫൈനൽ ലുക്ക്. അതിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി ചെയ്ത തക്കാളി ചട്നിയും ഈസി മയണൈസ് റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.